എന്നെ ഇറക്കി വിട്ടാലല്ല എനിക്ക് വിഷമം. കാരണം ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് അത്രയും സ്നേഹത്തോടെ ഭയങ്കര സ്നേഹത്തോടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും ആളെന്നെ ഇന്ന് വയ്യ 70 വയസ്സുണ്ട്. ആ 70 വയസ്സുള്ള ആളെന്നെ ന്യൂയോർക്കെല്ലാം കറക്കാനെല്ലാം കൊണ്ടുപോയി. ഞാൻ ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് പുള്ളി എൻ്റെ കൂടെ വന്നു. ഞാനിതാ ഇപ്പൊ നിൽക്കുന്നത് US-ലാണ്, ന്യൂജേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഞാനിതാ ഈ ഒരു ഈ വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഈ വീട്ടില് എനിക്ക് 4 വർഷമായിട്ട് അറിയുന്ന ഒരു പുള്ളിക്കാരനാണ് ജോർജ് എന്ന് പറഞ്ഞത്. ആള് ഭയങ്കര പാവമായിരുന്നു. എന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു. ഞാൻ ഈ പുള്ളിക്കാരൻ്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു. അവരുടെ മക്കളും മക്കളുടെ വീട്ടിലും, അതായത് ആള് വലിഞ്ഞേറി വന്ന പോലെയാണ് ആള്. ഇവിടെ അറിയില്ലായിരുന്നു. എൻ്റെ അടുത്ത് സ്നേഹത്തോടെ വിളിച്ചു. ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട്, നിങ്ങൾക്ക് അറിയാം, എൻ്റെ വീഡിയോയിൽ കാണുന്നവർക്കറിയാം, ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്നെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ. സോ ഞാൻ അങ്ങനെ ഇവിടെയും വന്ന് താമസിച്ചതാണ്. പക്ഷെ എന്താ, അമേരിക്ക വന്ന് ഫസ്റ്റ് ഡേയിൽ 2ാമത്തെ ദിവസമാണെന്ന്, 2ാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സോ ആളാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് വന്ന് വിളിച്ചതും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ കൂടെ ന്യൂയോർക്ക് സിറ്റിയിലെല്ലാം വന്നു. ഭയങ്കര പാവമായിരുന്നു. എനിക്ക് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ആളുടെ മക്കളുടെ മക്കളും ആളെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയല്ല. ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ്. ഒരു 20 വയസ്സുള്ള പെൺകുട്ടി വന്നിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. ഞാൻ അപ്പം തന്നെ, ഇപ്പം രാത്രി സമയം 12 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 12 മണിക്കാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, എനിക്കറിയില്ല ഞാൻ ഇപ്പോൾ ഇവിടുന്ന് എങ്ങോട്ടാണ് പോകാന്നുള്ളത്. പെട്ടെന്ന് രാത്രി പറയുമ്പോൾ എനിക്ക് ഈവൻ അറിയുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരെനിക്ക് രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. കാരണം അവർക്കൊരു മനസ്സില്ലല്ലോ, എനിക്കൊരു മനസ്സുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് ആരും വിളിച്ച് ഈ രാത്രി ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ട്, പുള്ളിക്കാരൻ ഭയങ്കര പാവമാണ്. നിങ്ങൾ ഇനി വീഡിയോ കണ്ടിട്ട് ആള് മോശമായി ചെയ്തതെന്ന് ആലോചിക്കുമല്ലോ എന്ന് ഓർത്തോണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. കാരണം ആള് പറയുന്നത്, പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, അതായത് സ്വന്തം അമ്മയുടെ അച്ഛൻ ഇവിടെ റെന്റിനാണ് താമസിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതായത് മേ ബി അമേരിക്കയിലെ കൾച്ചർ അങ്ങനെ ആയിരിക്കും, ഇവിടെ ജനിച്ചു വളർന്ന മലയാളീസും അല്ലെ അങ്ങനെ ആയിരിക്കും കൾച്ചർ. എന്തായാലും ഞാൻ ഈ വീട്ടിലിരുന്നാണ് താമസിച്ചത്. അപ്പോൾ എന്താ പറയാ, എനിക്ക് ഭയങ്കര, എനിക്ക് എന്നെ ഇറക്കി വിട്ടാലല്ല എനിക്ക് വിഷമം. കാരണം ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് അത്രയും ഭയങ്കര സ്നേഹത്തോടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും ആളെന്നെ ഇന്ന് വയ്യ 70 വയസ്സുണ്ട്. ആ 70 വയസ്സുള്ള ആളെന്നെ ന്യൂയോർക്കെല്ലാം കറക്കാനെല്ലാം കൊണ്ടുപോയി. ഞാൻ ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് പുള്ളി എൻ്റെ കൂടെ വന്നു. അതായത് അത്രയും എനിക്ക് എന്താ പറയാ, ആള് ഇത്രയും ഇവിടെ ഇങ്ങനെ സ്വന്തം മകളുടെ വീട്ടില് ഇങ്ങനെതായി നിൽക്കുവാന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. കാരണം 4 വർഷമായിട്ട് എനിക്കറിയാം ഞാൻ US വരുന്നു. എത്ര വിസ കൊടുക്കുന്നതിന് മുന്നേ തന്നെ വിസ കൊടുക്ക് എന്നാ US വരുന്നേ അങ്ങനെ പറഞ്ഞ് വിളിക്കുന്ന ഒരു പാവം പുള്ളിയായിരുന്നു. പക്ഷെ മക്കളൊക്കെ ഇങ്ങനെയാണ് സ്വന്തം അച്ഛനോടൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് എനിക്കറിയില്ലല്ലോ. എന്തായാലും ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇവിടെ നെടുറോട്ടിലേക്ക്, ഇവിടെയാണെങ്കിൽ ഇപ്പോൾ മഴയും നല്ല തണുപ്പൊക്കെയാണ്. ഇപ്പോൾ ഒരു 6 ഡിഗ്രി ഒക്കെയാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഫുൾ ഫോഗായിട്ട് ഇരിക്കുന്നു. അപ്പോൾ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയുന്നില്ല. കാരണം എനിക്കറിയില്ല ഞാൻ എന്താ പറയണ്ടേന്നുള്ളത്. ഞാൻ അത്ര ഇമോഷണൽ ആയിട്ടാണ്. എനിക്കറിയില്ല, എനിക്ക് ഇതുവരെ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ഭയങ്കര എന്താ പറയാ, ഭയങ്കര എനിക്ക് ബുദ്ധിമുട്ട് തോന്നുക. കാരണം ഞാൻ എന്തോരം ഫാമിലിയുടെ ആളുകളുടെ വീട്ടിലൊക്കെ താമസിച്ചിട്ടുള്ളതാണ്. അവരൊക്കെ എന്നെ സ്വന്തം വീട്ടിലെ ഒരാളെ പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ബട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവിടുത്തെ അതായത് ആള് തന്നെ ആ വീട്ടിൽ അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പൊ പിന്നെ എൻ്റെ കാര്യം പറയണ്ടല്ലോ. പക്ഷെ ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഈ പുള്ളിക്കാരൻ ഞാൻ വരുന്ന കാര്യം തന്നെ മക്കളോടും കൊച്ചുമക്കളോടും ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. എനിക്കതൊന്നും അറിയില്ലായിരുന്നു. എന്തായാലും ഞാനിപ്പോ തണുക്കുന്നുണ്ട്. അപ്പൊ ഞാനും ആളും കൂടെ വാറൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഇവിടുന്ന് ഒരു 1/2 മണിക്കൂറാണുള്ളത്. ഇവിടെ പിന്നെ മൈൽസ് ആണ് കേട്ടോ, അതായത് കിലോമീറ്റർ അല്ല, മൈൽസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ എല്ലാം കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതാണ് നമ്മളെ ജോർജ്. ഹായ്, എന്തിന്റെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ. നാട്ടിൽ എവിടെയായിരുന്നു? ചെങ്ങന്നൂര്. ഓക്കെ. അപ്പൊ ആള് കുറെ വർഷമായിട്ട് ഇവിടെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു 12 വർഷമൊക്കെ ആയില്ലേ? 13 വർഷമായി. 13 വർഷമായിട്ട് ഇവിടെ തന്നെയാണ്. ഇവിടുത്തെ സിറ്റിസൺ ഒക്കെ ആണ്. ഇവിടുത്തെ പാസ്പോർട്ട്. റൂം എടുത്തിട്ടുണ്ട്. അപ്പോ എന്നെ ഹെൽപ്പ് ചെയ്ത ആളെല്ലാം ഇവിടുന്ന് പോയി. സോ ഇതാണ് ഈ കാണുന്ന ഞാൻ റൂം. ഇവിടെ എല്ലാ റൂംസ് എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ $110 ഈ റൂമിന്റെ റേറ്റ് വരുന്നത് കേട്ടോ. അതായത് 8,000 സംതിങ്, 8,000 അല്ല 9,000 സംതിങ്
വരും ഇന്ത്യൻ റുപ്പി. അത്രയും റേറ്റ് ഉണ്ട്. ഇവിടെ ഹോസ്റ്റലിൽ തന്നെ 5000 $60 അതായത് ഹോസ്റ്റലിലെ ഡോം ഒരു ബെഡ് സ്പേസിന് തന്നെ അത്രയും റേറ്റ് വരുന്നുണ്ട്. അക്കോമഡേഷൻ ഒക്കെ ഓഫ് കോഴ്സ് എക്സ്പെൻസീവ്. ബാക്ക് പാക്കർ അരുണിമ എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരിയുടെ വീഡിയോ ആണ് നമ്മളിപ്പോ കണ്ടത്. അപ്പൊ ഈ പുള്ളിക്കാരിയുടെ ഈ ഒരു സിറ്റുവേഷൻ എന്താന്ന് നോക്കണമെങ്കിൽ ഈ പുള്ളിക്കാരി നമ്മുടെ അമേരിക്കനകത്തേക്ക് ഒരു ട്രിപ്പ് പോയി. അപ്പൊ അമേരിക്കനകത്തേക്ക് ട്രിപ്പ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി ട്രിപ്പ് പോയത് എന്തിന്റെ ഉറപ്പിനകത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പുള്ളിക്കാരിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ഈ ഫ്രണ്ടിന് ഏകദേശം 70 വയസ്സോളം ഉണ്ട്. നിങ്ങൾ ഈ വീഡിയോനകത്ത് കണ്ടിട്ടുണ്ടാവില്ല, ഇടയ്ക്ക് കാർ ഓടിച്ച് പോകുന്ന ഒരു പുള്ളിക്കാരൻ. അപ്പൊ ആ പുള്ളിക്കാരന്റെ വാക്കിന്റെ ഉറപ്പ്, ആ പുള്ളിക്കാരൻ പറഞ്ഞ് ഇങ്ങോട്ട് വന്നോ എന്റെ വീട്ടിനകത്ത് നിൽക്കാന്നൊക്കെയുള്ള രീതിക്കാണ് ഈ പുള്ളിക്കാരിനെ വിളിച്ചു വരുത്തിയത്. അപ്പൊ അമേരിക്കനകത്തേക്ക് പുള്ളിക്കാരൻ ആദ്യം പോയി ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ന്യൂ ജേഴ്സി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പൊ അവിടെയാന്ന് പറഞ്ഞാൽ അതൊരു ഗ്രാമപ്രദേശം കേട്ടോ. അപ്പൊ ആ ഗ്രാമപ്രദേശത്താണ് ഇങ്ങേരുടെ വീട് എന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങേരുടെ വീടിനകത്ത് നിൽക്കാന്നുള്ളതിനകത്താണ് പുള്ളിക്കാരി പോയത്. കണ്ട് വീടെത്തി കഴിഞ്ഞ് നിന്ന് അപ്പോഴൊന്നും വലിയ വിഷയമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരി നമ്മുടെ ന്യൂയോർക്കിനകത്തേക്ക് ഒന്ന് കറങ്ങാനൊക്കെ പോയി. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഈ വീട്ടിനകത്തേക്ക്, അതായത് ന്യൂ ജേഴ്സിയുടെ വീട്ടിനകത്തേക്ക് വന്നപ്പോഴത്തേക്കുമാണ് ഈ 70 വയസ്സുള്ള ഈ പുള്ളിക്കാരിയുടെ ഫ്രണ്ടിന്റെ വീട്ടുകാരും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും വീട്ടുകാരൻ നൈസായിട്ട്, പാതിരാത്രിയാണെന്ന് ഓർക്കണേ, വീട്ടുകാരൻ നൈസായിട്ട് പുള്ളിക്കാരൻ അവിടെ നിന്ന് അടിച്ചിറക്കി. അപ്പൊ അടിച്ചിറക്കി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ഇട്ട ലൈവും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടത്. അപ്പൊ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഈ ഒരു സിറ്റുവേഷനകത്ത് ആ വീട്ടുകാരുടെ ഭാഗത്ത് തെറ്റാണ്, അതൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് നമ്മൾ നോക്കണമെങ്കിൽ വീട്ടുകാരുടെ, നമ്മുടെ കൾച്ചറല്ല അവരുടെ കൾച്ചർ എന്ന് പറഞ്ഞാൽ, അവരെന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഒരു കൾച്ചർ കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഇപ്പൊ പുള്ളിയുടെ വീട്ടുകാർക്ക് കാശ് കൊടുത്തിട്ടാണ്, റെന്റ് കൊടുത്തിട്ടാണ് താമസിക്കുന്നതെന്നൊക്കെയാണ് പറയണത്. നമ്മുടെ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ അവിടെ അത് നോക്കുമ്പോഴത്തേക്ക് അവിടെ അവർക്ക് ചിലപ്പോൾ അതൊന്നും വിഷയമില്ലായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും, എൻ്റെ സൗണ്ട് ഇടയ്ക്ക് ഇടറി പോകുന്നുണ്ട്, വേറെ ഒന്നുമല്ല, തൊണ്ട അടിച്ചു പോയിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്, അതൊന്നും കാര്യമാക്കണ്ട. അപ്പൊ എന്തായാലും ഇത് നമുക്ക് നമ്മുടെ കൾച്ചർ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ അവരുടെ വീട്ടുകാരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും വീട്ടുകാർ തന്നെ വീട്ടുകാരുടെ ഇപ്പൊ ഈ പുള്ളിക്കാരൻ 70 വയസ്സുള്ള പുള്ളിക്കാരനെ തന്നെ അവിടെ ഒരു വിധമാണ് നിർത്തുന്നത്. നിങ്ങൾ നമ്മുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എല്ലാം വിട്, പുള്ളിക്കാരൻ ഒരു ഇൻഡിവിജ്വൽ അവിടെ റെന്റ് കൊടുത്ത് നിൽക്കുന്നു എന്നുള്ള രീതിക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കാം. റെന്റ് കൊടുത്ത് അവിടെ താമസിക്കാനാണ്. അപ്പൊ ഇങ്ങേര് വേറെ പുള്ളിക്കാരിനെ വിളിച്ചിട്ട് തന്നെയാണ്. അപ്പൊ വീട്ടുകാരെ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് എന്താണ്, വേറൊരാളെ ഞങ്ങളുടെ അനുവാദം ഇല്ലാണ്ട് വിളിച്ചിട്ട് വരുന്നു, അപ്പൊ ഞങ്ങൾ ഇറക്കി വിടുന്നു എന്ന് വീട്ടുകാരുടെ ഭാഗത്ത് നോക്കും. അപ്പൊ നമുക്ക് ഒരിക്കലും അവരെയും അങ്ങനെ 100% തെറ്റു പറയാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഏറ്റവും പണി കിട്ടിയിരിക്കുന്നത് ഈ പുള്ളിക്കാരിക്കാണ്, നമ്മുടെ അരുണിമയ്ക്കാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടിയിരിക്കുന്നത്. പാതിരാത്രി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് അത് ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് അതുകൊണ്ട് ഇറക്കി വിട്ട് കഴിഞ്ഞിട്ട് ആരെയും വിളിക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. അതാണ്ട് ലാസ്റ്റ് ഇപ്പൊ പുള്ളിക്കാരി ഒരു ഹോട്ടലിൽ പോയി റൂമൊക്കെ എടുത്ത്. അപ്പൊ എന്തായാലും ഇപ്പൊ 10,000 രൂപ റെന്റൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്ത് ഹോട്ടലാളെ, പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ 5 സ്റ്റാർ ഹോട്ടൽ അങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ കിട്ടുന്ന ഹോട്ടലിൽ നമുക്ക് താമസിക്കാനല്ലേ പറ്റുള്ളൂ. ആ ഒരു ടൈമിനകത്ത് നമ്മുടെ സേഫ്റ്റിയാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കാശ് നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ എനിക്ക് എത്രയാണ് ഈ ഒരു വിഷയത്തിനകത്ത് പറയാനുള്ളത്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, ഈ സോളോ ട്രിപ്പൊക്കെ പോകുന്നവര് ശ്രദ്ധിച്ചും കണ്ടും ഒക്കെ പോവുക, അല്ലെങ്കിൽ ഇമാതിരി പണിയൊക്കെ കിട്ടും. അപ്പൊ ഇമാതിരി പണിയൊക്കെ നമ്മളെല്ലാം നോക്കിയിട്ട് വേണം പോകാൻ. നമ്മൾ അവിടെ ചെന്ന് എവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്, അത് എവിടെയൊക്കെ പോകണം, അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം പോകാൻ. അല്ലാണ്ട് നമ്മൾ ഇപ്പൊ ജസ്റ്റ് ഒരാളുടെ വാക്കിന്റെ പുറത്ത് മാത്രം ചാടി പുറപ്പെട്ട് പോകുന്നത് ഇതേപോലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയേക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? വീഡിയോയുടെ കമന്റ് വീഡിയോ ഇഷ്ടപ്പെട്ടല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ, എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് ബിസി.